എന്തൊക്കെയേനു മുംബൈനെ തോൽപ്പിച്ചും സൂപ്പർ കപ്പ് അടിച്ചും ഇപ്പം എന്തായി? തോറ്റ് നാറിയപ്പോൾ എല്ലാത്തിൻ്റെയും വായടങ്ങി. ഇതേ ഞാൻ അവിടെ പൊളിഞ്ഞിരിക്കട്ടോ, ഞാൻ വല്ലതും വിളിച്ച് പറയും. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കും. ഈ ഒരു വീഡിയോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ എന്തായാലും ഞാൻ കുറച്ച് പറഞ്ഞ് അവസാനിപ്പിക്കും. മുംബൈക്കെതിരെ ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട്, അല്ല ഒരു ഹോൺ ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയം. ഈ ഒരു മത്സരത്തിൽ സന്ദീപ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് 10 പേരായി ചുരുങ്ങി. അനാവശ്യമായിട്ടുള്ള ഒരു റെഡ് കാർഡ് തന്നെയാണ് സന്ദീപ് മേടിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് എല്ലാം തകർന്നു പോയി. ആ ഒരു റെഡ് കാർഡ് കിട്ടിയത് ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായിട്ട് ഒരു ഡിഫൻസീവ് ഫുട്ബോളിലോട്ട് വന്നു. അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടാനുള്ള കാരണം. മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ആ ഒരു അവസരം വൈകി ബ്ലാസ്റ്റേഴ്സിന് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ബ്ലാസ്റ്റേഴ്സിന് ആകെ കിട്ടി ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ആ ലൂൺ ഉണ്ടാക്കിയെടുത്ത ആ ഒരൊറ്റ അവസരമാണ്. അത് ടിയാഗോ ആൽവസ് കൃത്യമായിട്ട് പുറത്തേക്ക് അടിച്ചു ചെയ്തു. പക്ഷെ അത് എങ്ങനെ പുറത്തോട്ട് പോയി, അത് എങ്ങനെയാണ് പുറത്തോട്ട് പോയതിന് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല. പക്ഷെ ആ ഒരു അവസരം വൈകി കഴിഞ്ഞ ബ്ലാസ്റ്റേഴ്സിനെ നിരന്തരമായിട്ട് പൂട്ടായിരുന്നു മുംബൈ ഡിഫൻസ്. പിന്നെ സന്ദീപ് സിംഗിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞ 2 മത്സരത്തിലും സന്ദീപ് സിംഗ് വളരെ വീക്കായിരുന്നു. ആ ഒരു പ്രോബ്ലം കോച്ചിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതുപോലെ പല കളിക്കുന്ന താരങ്ങൾക്കും കോച്ച് അവസരം കൊടുത്തില്ല. എന്തിന് കഴിഞ്ഞ 2 മത്സരത്തിലായി അമേർ അനവാഡ സ്ക്വാഡിൽ പോലുമില്ല. എന്തിന് നോവ സദോയി, ടിയാഗോ ആൽവസ്, കോറോ സിംഗ്, അഡ്രിയാൻ ലൂണ ഇവരൊക്കെ പിൻവലിച്ചു. ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായിട്ട് ഒരു ഡിഫൻസീവ് ഫുട്ബോളിലോട്ട് പോയി. ആ ഒരു സമയത്താണ് ഫ്രെഡി കളത്തിലേക്ക് എത്തുന്നത്. ഫ്രെഡിയിൽ നിന്നാണ് ആ ഒരു ഓൺ ഗോൾ വരുന്നത്. ആ ഒരു ഓൺ ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായും തകർന്നത്. മത്സരത്തിന്റെ ലാസ്റ്റ് മിനിറ്റ് വെച്ചാണ് ആ ഒരു ഓൺ ഗോൾ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുന്നത്. അതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായും തകർന്നു. മത്സരം പരാജയപ്പെട്ടെങ്കിലും പോസിറ്റീവായി കളിച്ച കുറച്ച് മുഖങ്ങളുണ്ട്. നോറോ ഫെർണാണ്ടസ്, ഇവാൻ റോഡ്രിഗോസ്, അഡ്രിയാൻ ലൂണ. ഇവരെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഈ ഒരു കളിയില്. എത്ര നെഗറ്റീവ് ആണെങ്കിലും ഇവർ കളിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് പ്രതീക്ഷകളോട് കൂടി തന്നെയായി. എന്തായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.